ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊടിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാൻ നോക്കുമ്പോൾ കറക്റ്റ് കറണ്ട് പോയി. അപ്പോൾ അതിൻ്റെ കൂടെ കാന്താരി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു തക്കാളി കട്ട് ചെയ്തും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് 1 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇനി കല്ലുമ്മക്കായൻ്റെ ഷെല്ലിൽ നിന്ന് നമ്മൾ ഇറച്ചി മാത്രം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നോളൂ. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് അടിക്ക് പിടിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെ കല്ലുമ്മക്കായ റോസ്റ്റ് ഇവിടെ കുക്കായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതും കൂട്ടിയിട്ട് ചോറിൻ്റെ കൂടെ ഒരു പിടി പിടിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.